ഞാനാണ് കുഞ്ഞിക്ക. നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇയാള് വന്നത് നമ്മളടുത്ത് നമ്മൾ ടൗണിൽ എങ്ങനെ വന്ന് പെട്ടതാണ്. ഒരു മരുഭൂമിയിൽ നിന്ന് കഴിച്ചിലായിട്ട് അയാൾ വളരെ വ്യവസ്ഥനായിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് അയാൾ നമ്മൾ മറക്കൂല. ചാടി വന്ന കടയിൽ വന്നപ്പം ആ പുള്ളിയാണ് ആദ്യമായിട്ടാണല്ല ആഹാരം തരുന്നത്. ആ ഭക്ഷണത്തിനോടുള്ള ആർത്തിയോട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ആ രംഗം ഭയങ്കര രംഗമാണ്. നമ്മളെ കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ഉള്ളിൽ പൊട്ടിപ്പോകും. ഭക്ഷണം എന്താണെന്ന് അവർ കണ്ടില്ല. അവർ കാണുന്ന ഈ ഒരു കുബ്സും ഒരു വെള്ളമാണ്. വേറെ ഒന്നും അവർക്കില്ലല്ലോ അതിനടിയിൽ. നമ്മൾ ഇങ്ങനെ മുസ്റ്റി വരുന്നൊരു ആൾക്കാരൊന്നും കടയിൽ കയറ്റൂല. കാരണം അതൊരു കടക്കൊരു ചെയ്യുന്ന കടയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അധ്യയിക്കണം. എന്തായാലും ഒരു മനുഷ്യനാണ്. അവൻ്റെ ആ സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയതുണ്ടോ, മനഃപൂർവ്വമാകുന്നതല്ലല്ലോ. ഒരു ഏകദേശം മാനസിക നില തെറ്റിയ ഒരാളുമായിട്ടൊരു അവസ്ഥയിലായിരുന്നു. പിടിച്ചടക്കെ പിടിച്ച് അതേപോലെ വൃത്തിയേടായിട്ട്. ഇത് നമ്മളതായിട്ടുണ്ടായതല്ല. അത് ദൈവം റബ്ബ് തന്ന സംഗതിയാണ്. അത് അതേമാതിരി ഇല്ലാതാണോ കൂടുതൽ സമയമൊന്നും വേണ്ടിയില്ല. അതുകൊണ്ടാണ് ജീവിക്കാനെടുത്ത് നമ്മളെ അഡ്രസ്സും കാര്യമൊന്നും ഇല്ലാതിരുന്നത് നമ്മൾ. കാരണം അതവർ പോയി, അവരെ കൂട്ടി പോയി, അവർ സുഖമായി ജീവിക്കട്ടെ എന്നുള്ള ചിന്തയുള്ളൂ നമുക്ക്. ഈ ചില ജോലിക്കാരെന്ന് മാത്രമല്ല, അത് ഈ കമ്പനികൾ, ചില കമ്പനികൾ നാട്ടിൽ നിന്ന് വലിയ ഈ ട്രാവൽസ് വലിയ എഗ്രിമെൻ്റൊക്കെ പറഞ്ഞിട്ട് വലിയ ശമ്പളം, റൂം, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും തുച്ഛമായ ശമ്പളം ഉണ്ടാവില്ല. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, റൂം ഉണ്ടാവില്ല. അങ്ങനെ കുറേ കാലം കഷ്ടപ്പെടുമ്പോൾ അവരോട് ഓടിപ്പോരും. അറബികൾ 2% അറബികളുള്ള ഇത്ര ക്രൂരന്മാര്. നമ്മൾ വിചാരിക്കും അറബി നാട്ടിലുള്ള അറബികൾ മുഴുവൻ ക്രൂരന്മാരാന്നല്ല. 1-2% ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ആളുകൾ. നമ്മൾ അറബികളെ മൊത്തത്തിൽ ആക്ഷേപിക്കണ കുറെ ആളുകൾ. ഒന്നും നമ്മൾ എടുത്തു വരാൻ പറ്റുന്ന യൂസുഫ് അലി ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയതല്ല. ആളവിടെ കൊണ്ട് സമ്പാദിച്ച് ആൾക്ക് റബ്ബ് കൊടുത്ത അനുകൂലം കൊണ്ട് ആൾ സമ്പാദിച്ചുണ്ടാക്കിയതാണ്. കാരണം നമ്മൾ എവിടുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നന്ദി നമ്മൾ ആരോട് കാണിക്കണ്ടേ? നമ്മൾ നാട്ടിൽ നിങ്ങളെടുത്ത് ഞാൻ ജോലി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എൻ്റെ കുടുംബം പോറ്റുന്നുള്ള ആ ഒരു നന്ദി നമ്മൾ എടുത്ത് വേണ്ടേ? ആടുജീവിതം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിജീവിച്ച ആളുകളും ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആടുജീവിതത്തിലെ നജീബിനെ മനുഷ്യത്വം കൊണ്ട് സ്പർശിച്ച കുഞ്ഞിക്ക എന്ന കുഞ്ഞു മുഹമ്മദിക്കയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇക്ക നമസ്കാരം. ഇക്ക ആദ്യമായിട്ട് നജീബിക്കയെ കാണുന്നത് 1995 അല്ലേ? അല്ല, അത് തെറ്റാണ്. ആ ഡേറ്റ് തെറ്റാണ്. ആണോ? എന്നായിരുന്നു ഡേറ്റ്? ഞാൻ കൃത്യമായിട്ട് ഓർക്കണേ. പക്ഷെ 95 എന്തായാലും അല്ല. നജീബിക്കാൻ പറഞ്ഞില്ല, മനസ്സിലാവുന്നില്ല. പറഞ്ഞു ഇതിൽ പറഞ്ഞു പോയതാണ്. നമ്മളവിടെ സ്ഥാപനം തുടങ്ങുന്നത് 2009 അല്ല 99 അപ്പോൾ അതിൻ്റെ ആ 2000 ശേഷമുള്ളതാണ്. കാരണം അത് ആ ഡേറ്റ് മാറിയതാണ് മൂപ്പരടുത്ത്. അങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ ഓർമ്മ ഏത് ഡേറ്റിൽ അവർ വന്നതെന്നുള്ളത് കൃത്യമായി എനിക്ക് അറിയില്ല. കുറേ നജീബുമാർ നമ്മളടുത്ത് വന്നു പോയിട്ടുണ്ട്. നമ്മളാരെയും ഇതുവരെ ഒരു ആളെ ഓർത്ത് വെച്ചിട്ടില്ല. അവർ വരും, അങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അവർ നാട്ടിൽ കയറി പോകും. അതോടെ അത് കഴിഞ്ഞ് അത് വിട്ട് പിന്നെ അതിനെ പറ്റി ചിന്തിക്കലില്ല നമ്മൾ. അതുകൊണ്ടാണ് നജീബ് ഖാനെടുത്ത് നമ്മൾ അഡ്രസ്സും കാര്യമൊന്നും ഇല്ലാതിരുന്നത് നമ്മൾ. കാരണം അതവർ പോയി, അവരെ വീട്ടിൽ പോയി, അവർ സുഖമായി ജീവിക്കട്ടെ എന്നുള്ളൊരു ചിന്തയുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ ഡേറ്റ്, ആ ഡേറ്റ് 95 എന്നുള്ളത് ഇല്ല. ഇയാളെ വന്നത് നമ്മളടുത്ത് നമ്മൾ ടൗണിൽ എങ്ങനെ വന്ന് പെട്ടതാണ്. ഒരു മരുഭൂമിയിൽ നിന്ന് കഴിച്ചിലായിട്ട് വന്നപ്പോൾ അവരെല്ലാം മുസ്ലിം ഡ്രസ്സും ഒരു ഏകദേശം ഒരു മാനസിക നില തെറ്റിയ ഒരാളുമായിട്ടൊരു അവസ്ഥയിലായിരുന്നു. പിടിച്ചടക്കെ പിടിച്ച് അതേപോലെ വൃത്തിയേടായിട്ട്. അങ്ങനെ നമ്മളവിടെ കൂട്ടായ്മ ഉണ്ട്. നമ്മളെ കുറച്ച് ആളെ നമ്മൾ കൂടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. അവിടെ ഒരാൾ വന്നതിനോട് പറഞ്ഞു ഇങ്ങനെ ആളിൻ്റെ അവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞു. ഇവിടുന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ ആൾ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നുള്ള തോന്നി നമുക്ക്. അപ്പോൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ ഹോട്ടലായതുകൊണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഭക്ഷണം കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോയി കുടിയൊക്കെ കഴിഞ്ഞ് കുടിയൊക്കെ വെട്ടി വന്നപ്പോൾ ഒരു ചെറിയൊരു തന്നെ അന്ന് മൂപ്പരോട് കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടില്ല. മലയാളിയാണെന്നുള്ളത് അറിഞ്ഞെന്നല്ലേ കൊണ്ട് അങ്ങനെ റൂമിൽ പോയി ഉറങ്ങി. പിറ്റേന്നാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. അപ്പോഴാണ് മൂപ്പർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അന്ന് 2.5 വർഷമായിട്ടായി എന്ന് പറഞ്ഞ് വന്നിട്ട് ജോലിക്ക് വന്നു. ഒരു ശമ്പളം കിട്ടി. ശമ്പളം ചോദിക്കുമ്പോഴൊക്കെ ഉള്ളത് മർദ്ദനാണ്, മർദ്ദനങ്ങളാണുള്ളത്. അങ്ങനെ ഒരു ദിവസം മൂപ്പർക്ക് അവരെ സ്പോൺസറിൻ്റെയൊക്കെ വീട്ടിൽ നിന്നൊരു കല്യാണം ഉണ്ടായപ്പോൾ എല്ലാവരും കൂടി പോയ സമയത്ത് മൂപ്പർക്ക് ഒരു ക്യാൻപ്പ് കിട്ടിയ മൂപ്പർ അതിൽ ഓടി കഴിച്ചിലായതാണ്. ഓടുക എന്ന് പറഞ്ഞാൽ അത് ജീവൻ്റെ കൊതി കൊണ്ട് ഓടിയിട്ട് കഴിച്ചിലാവുന്ന. കാരണം അത്രയും ദൂരം ഓടണം. കാരണം വണ്ടി ഓടുകയാണെങ്കിൽ തന്നെ നമ്മൾ മണിക്കൂറുകളോളം വണ്ടിയിൽ ഓടിയാലേ ഈ മരുഭൂമിയിൽ എത്തിപ്പെടുള്ളൂ. അത്രയും കഴിഞ്ഞ മരുഭൂമിയാണ്. അതിൻ്റെ ശേഷമായിരിക്കും ഈ സ്ഥലം കിട്ടുക. അപ്പോൾ നമ്മളെങ്ങനെ രക്ഷപ്പെടുക ജീവനിൽ നിന്നുള്ള ഓടിയതാണ്. പിന്നെ നമ്മളത് പറഞ്ഞ റബ്ബുകളെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എത്തിപ്പെടണം എന്നുള്ളത്. അതുകൊണ്ടാണ് അയാൾ എത്തിപ്പെടില്ലെങ്കിൽ ഇപ്പോഴും മരുഭൂമിയിലൊക്കെ മരണപ്പെട്ടു പോകും.
അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഭക്ഷണം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറയാൻ. അങ്ങനെ പിന്നെ ഇവരെ വീട്ടിലെത്തുന്ന വിളിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത്. വീട്ടിലെത്തുന്ന നമ്പറില്ല, വരാതെ എന്ത് വീട്ടിലെത്തുന്ന നമ്പർ കിട്ടി, അതിൽ വിളിച്ച് അങ്ങനെ ഉണ്ട്, അടുത്ത ദിവസം നാട്ടിൽ വരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ മുമ്പ് നമ്മളിത് ഭക്ഷണം കഴിക്കുമ്പോൾ റൂമിൽ ഉറങ്ങും. നമ്മളിതിനെ കൂടുതൽ ഇതിനെപ്പറ്റി ചോദിച്ചല്ലേ, കാരണം വരുമ്പോൾ അവർക്ക് അത് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും. അങ്ങനെ ഓർമ്മയില്ല 17-18 ദിവസം നമ്മൾ താമസിക്കുന്ന ആള്. അന്ന് നാട്ടിൽ കയറിപ്പോകാൻ എമർജൻസി ഔട്ട് പാസ് കിട്ടാൻ ചെറിയ തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് അത് നീണ്ടുപോയത്. അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസമൊക്കെ ഉണ്ടായാലും. പിന്നെ അതൊന്നും നടക്കായിട്ടാണ് മുമ്പ് ജയിലിൽ വയ്ക്കാണ് മുമ്പ് പോകുന്നത്. ജയിലിൽ പോലീസിൽ പിടുത്തം കൊടുത്തിട്ട് ഞാൻ ജയിലിൽ കൂടെയാണ് കയറി പോകുന്നത്. അതിലൂടെ നമ്മളെ മൂപ്പരും കൂടെയുള്ള ഇത് കഴിഞ്ഞ്, കഥ കഴിഞ്ഞ്. പിന്നെ നമ്മൾ മൂപ്പരായാലും പിന്നെ ഇപ്പോൾ നോവൽ എഴുതുന്ന സമയത്ത് ഒരാളിൻ്റെ അടുത്ത് അവിടെ കടയിൽ വന്നിരുന്നു ഞാൻ. ബെന്യാമിനാണെന്ന് എനിക്കറിയില്ല, അന്ന് നമുക്കറിയില്ല. അങ്ങനെ നോവൽ എഴുതുന്നുണ്ട്, നിങ്ങൾ ഇതിൽ കഥാപാത്രമാണ്, നിങ്ങൾ എഴുതട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കും താല്പര്യമില്ല, ആ കഥ എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതാണ്. അപ്പോൾ മൂപ്പരിൻ്റെ അഡ്രസ്സും പേരും കടൻ്റെ പേരും വാങ്ങിച്ചു പോയതാണ്. പിന്നെ അത് ബാക്കിയൊക്കെ മൂപ്പരവരങ്ങനെ മൂപ്പരോട് ചോദിച്ചു എങ്ങനെയെന്നല്ല എഴുതിണ്ടാക്കിയതാണ്. പുസ്തകം ഞാൻ വായിച്ചിരുന്നു. പുസ്തകത്തിൽ ഒരു 50% കഥകളാണ്. ബാക്കി കുറെ പിന്നെ അതൊരു കഥ ഉണ്ടാക്കുമ്പോൾ അതിനൊരു രീതി ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉള്ളതാണ്. ഇതിപ്പോൾ ഇതായപ്പോഴാണ് പിള്ളേരും കൂടെ പറയല, നമ്മുടെ നാട്ടുകാർ തന്നെ കുറേ യൂട്യൂബ് ചാനലുകാരുണ്ട്, അവരെ കൂടിയാണത് ഇത്ര പബ്ലിസിറ്റി ആക്കിയത്. ഞാനതിങ്ങനെ സ്വകാര്യമായിട്ടും ഉണ്ടാകാൻ നടക്കുകയായിരുന്നു. അത് വീട്ടുകാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ? ഇല്ല, വീട്ടുകാരിങ്ങനെ ആ ബുക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചത് ഇങ്ങനെ കഥ എന്താണ്. ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ ആളുണ്ട് മക്കളെ, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ആരും ഇങ്ങനെ എന്തെങ്കിലും എവിടെ വീട്ടിലാണെങ്കിൽ സഹായം ചോദിച്ചു വന്ന് നമ്മളെ കൂടെ പറ്റുമെങ്കിൽ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് അവരെ പിരിച്ചുവിടുക. വേറെ അവർ മർദ്ദിക്കാനോ അല്ലെങ്കിൽ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരത് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യാനോ നിൽക്കരുത്. ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞു വിടുക എന്ന് മക്കളെടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നു. എൻ്റെ മൂത്ത മോന് 100% നമ്മൾ അതേ ഇതിൽ തന്നെയാണ് പോണത്. ചെറിയ ആൾ ഇന്നത്ര ആയിട്ടില്ല. അങ്ങനെ നോവലൊക്കെ വന്നപ്പോൾ അറിഞ്ഞു. പിന്നെ അപ്പോൾ ഇത് ഇപ്പം എല്ലാവരും എല്ലായിടത്തും പബ്ലിസിറ്റി ആയി. നമ്മുടെ നാട്ടിൽ തന്നെ ചോദിച്ചവരുണ്ട്, അവരൊക്കെ വേണ്ടത് പരസ്യമാക്കിയത്. സിനിമ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആളിനോട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ചാനലേർ വരും. ഞാൻ പറഞ്ഞു ആരും വരില്ല എൻ്റെ അടുത്തേക്ക്, എനിക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് നജീബിൻ്റെ കഥ ഉള്ളത്. പിന്നെ നമ്മൾ ഈ നജീബിനെ ഇപ്പം എനിക്കും ശരിക്കും കുഴപ്പത്തോടെ അപ്പം നാളെ ഫോട്ടത്തിൽ കണ്ടു, പക്ഷെ എനിക്ക് ആളെ ഓർമ്മയില്ല. കുറേ ആളുകൾ നമ്മളെ അടുത്ത് വന്നു പോയിട്ടുണ്ട്. എല്ലാവരും കൊല്ലത്തുകാരനൊരു അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. കാരണം അയാൾ വളരെ വ്യവസ്ഥനായിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് അയാൾ നമ്മൾ മറക്കൂല. ഒരാഴ്ച നമ്മളെടുത്ത് നിന്നിട്ടുള്ളൂ. അതും കയറിപ്പോയതിൻ്റെ സമയം നമ്മളെടുത്ത് വിവരങ്ങളൊന്നുമില്ല. അത്ര നമ്മൾ ചെയ്ത് കൊടുക്കാതെ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും നമ്മളെ കൂടെ പറ്റുന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ല, അത് കൊടുക്കും. പിന്നെ നാട്ടിൽ പോകാൻ ടിക്കറ്റാണ്, ആ ടിക്കറ്റ് നമ്മൾ സ്വന്തം പറ്റിയില്ലെങ്കിൽ നമ്മളടുത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരോട് പറഞ്ഞുകൊണ്ട് അത് ഒപ്പിച്ച് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ നമ്മളൊരു കൂട്ടായ്മ ഉണ്ട് അവിടെ പാർട്ടീസിൽ, അപ്പോൾ അത് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്താണ് നാട്ടിൽ അവർക്ക് വേണ്ട കാര്യം ചെയ്ത് കൊടുത്ത് നാട്ടിൽ നിന്ന് എവിടെ ഇറങ്ങുന്ന അവിടെ നിന്ന് വീട്ടിലേക്ക് എത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത് അതിനോട് കയറ്റി വിടും. അത്രയാണ്. ഞാനാണ് കുഞ്ഞിക്ക. ഇത് നാളെ നമ്മൾ നേരിൽ കണ്ടാലേ അറിയുള്ളൂ. ഇങ്ങനെ ഫോട്ടോ ഞാൻ കണ്ടത് കഥ മനസ്സിലായിട്ടില്ല. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ കുഞ്ഞിക്കേണി രക്ഷപ്പെടുത്തി നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഞാൻ മാറിയിട്ടില്ല, എനിക്കൊരു മാറ്റം വന്നില്ല. താടി രസം നരച്ചിട്ടുള്ളൂ, വേറൊരു മാറ്റം എനിക്ക് വന്നിട്ടില്ല. ഞാൻ അന്നുള്ള അതേ ആളെ തന്നെയാണ്. താടിന്റെ മുടി രസം നരച്ച് വെള്ള കളറായിട്ടുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇവിടെ തിരൂര്. നിങ്ങളിങ്ങനെ നമ്മളെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഈ ചാനലിലേക്കൊക്കെ നമ്മൾ അഭിമുഖം കൊടുക്കേണ്ടി വന്നത്. നിങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഞാൻ 5 വർഷമായി നാട്ടിലായിട്ട്. ഞാൻ 2017 പോകുന്നുണ്ടോ നിർത്തി പോകുന്നു. ഈ നജീബിക്ക് ജയിലിലുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഓർത്തു പോകുന്നുണ്ടായിരുന്നു എംബസിന്ന് ആ ടിക്കറ്റ് വരാൻ വൈകുന്ന ആ ഒരു കാലയളവിലേക്ക് തന്നെ? ഇല്ല, അത് എംബസിയിൽ ജയിലിൽ പുറത്തം കൊടുത്ത എന്തായാലും ഒരാഴ്ച കണക്കാണ്. എല്ലാ ചൊവ്വാഴ്ചയാണ് അന്നൊക്കെ എംബസി വന്ന് ജയിലിൽ പോകല്. ചൊവ്വാഴ്ച പോയാൽ മിക്കവാറും വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ടിക്കറ്റ് കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ പാസ്പോർട്ട് കൊണ്ടേ കൊടുക്കും.
പിന്നെ സൗദി ഗവൺമെന്റ് കണ്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അവിടെ. അതൊരു വലിയൊരു സേവനമാണ് അത് ചെയ്യുന്നത്. അതില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആളുകൾ പേര് അറിയിച്ചാൽ നമ്മളെ ഇത് മുമ്പ് ആ ടിക്കറ്റ് മേലാണ് പോന്നിട്ടുള്ളത്. നമ്മൾ കൊടുത്തിട്ടില്ല ടിക്കറ്റ്, അവിടുന്ന് ഗവൺമെന്റ് കൊടുത്ത ടിക്കറ്റ് മേലാണ് കയറി. അതെ അതെ, ഗവൺമെന്റ് കൊടുത്ത ടിക്കറ്റ് എങ്ങാനും വൈകിയിരുന്നെങ്കിലും കുഞ്ഞിക്ക് തന്നെ എന്തെങ്കിലും ഏർപ്പാടാക്കും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഇതേപോലെ അങ്ങനെ കുറെ ആൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, നമ്മൾ കൂട്ടായ്മയായിട്ട് ചെയ്യുന്നതാണ്. ഞാനൊരു ടൗണിൽ ഒരു സിറ്റിയിലുള്ളൊരു ആസ്ഥാനമായിട്ട് സ്ഥാപനമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലായിടത്തും നമ്മളെടുത്തേക്കാണ് എത്തിപ്പെടുക. നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്ന ബാക്കി കൂട്ടുകാരും കൂടി ചെയ്യും. പുറത്തൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ചെയ്യണം, അവർ ചെയ്യും, നമ്മൾ കൂടി ചെയ്യും. അങ്ങനെ ഉള്ള ഒഴിവിനെ വെച്ച് നമ്മളെ കൂടി ചെയ്യുന്ന രീതിയിൽ പരിമിതി ചെയ്യും. അങ്ങനെ കുറേ ആൾ വന്നിട്ടുണ്ട്, അങ്ങനെ വരലുണ്ട്. അത് ഈ ഇത്ര ജോലിക്കാരെന്ന് മാത്രമല്ല, അത് ഈ കമ്പനികൾ, ചില കമ്പനികൾ നാട്ടിൽ നിന്ന് വലിയ ഈ ട്രാവൽസ് വലിയ എഗ്രിമെൻ്റൊക്കെ പറഞ്ഞിട്ട് വലിയ ശമ്പളം, റൂം, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും തുച്ഛമായ ശമ്പളം ഉണ്ടാവില്ല, ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, റൂം ഉണ്ടാവില്ല. അങ്ങനെ കുറേ കാലം കഷ്ടപ്പെടുമ്പോൾ അവരോട് ഓടിപ്പോരും. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചെന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ടിക്കറ്റ് പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ കയറ്റി വിടും. അത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. കാരണം നിയമപരമായിട്ട് അവിടെ ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. അധികാരം അങ്ങനെ ആ സംഗതികൾ ഏറ്റെടുക്കില്ല. അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു മാർഗരൂപേണയായിരുന്നു ജയിലിലേക്ക് നിർദ്ദേശിച്ചത്. ഞാൻ ഒരു നാട്ടിൽ പോരെന്നുള്ളത് പറഞ്ഞപ്പോഴേ നമ്മൾ പെട്ടെന്ന് കയറ്റി വിടാൻ എംബസി ഔട്ട് പാസ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. അവിടെ എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ എംബസിയിലേക്ക് നമ്മൾ സ്ഥിരം ബന്ധപ്പെടുന്ന എംബസിയിലെ ഒരാളിനോട് പറഞ്ഞ് നിങ്ങൾ ആളെ ജയിലിൽ കൊടുത്താൽ, ജയിൽ പോലീസ് കൊടുത്താൽ അവിടുന്ന് പെട്ടെന്ന് കയറി പോകുമ്പോൾ അങ്ങനെയാണ് പിന്നെ ജയിലിൽ കൊടുത്താൽ കൊടുത്തത്. അത് അധികം നമ്മൾ അവിടെ നിന്ന് നമ്മൾ തന്നെ അതിനുള്ള സൗകര്യം ചെയ്തുകൊണ്ട് ഇത് ഉണ്ടാക്കി കയറ്റി വിടലാണ് ഉണ്ടാകല്. പിന്നെ പണിയുണ്ട് കുറേ. എംബസി പോകണം, എംബസിയിൽ നിന്ന് വാങ്ങിക്കണം, പിന്നെ അവിടുത്തെ പോലീസ് നേതാവിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് നമ്മൾ സീലെടുപ്പിക്കാണ്ട് അത് കഴിഞ്ഞാലേ എയർപോർട്ടിൽ ചെന്നാൽ സ്വീകരിക്കുള്ളൂ. അത് കിട്ടാത്തൊരു ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു. എന്തോ ഒരു ഇതുണ്ടായിട്ടാണ്, അപ്പോൾ എനിക്ക് ഓർക്കണില്ല. പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടൊക്കെ അതൊന്നും അവർ കൊടുക്കൂല. അതവരാ പോകുമ്പോൾ വാങ്ങി വെച്ചാലും വെക്കും, പിന്നെ അത് കൊടുക്കൂല അവർ. അതെല്ലാം ഒരു നിയോഗമായിരുന്നു തോന്നുന്നുണ്ടോ? അതായത് അവിടെ അത്രയും കട ഉണ്ടായിരുന്നിട്ടും ബത്തേലെ മലബാർ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ അത് എന്താന്ന് പറഞ്ഞാൽ അത് 2-3 നമ്മൾ ജീവകാരുണ്യത്തിന്റെ പ്രവർത്തനം നടത്തുന്ന നമ്മൾ കുറച്ച് ആളുണ്ട് അവിടെ, നമ്മുടെ പാർട്ടി ബേസിൽ. അപ്പോൾ ഒന്നാമത് ഇങ്ങനെ മുസ്ലിം വരുന്നൊരു ഒരുവിധ ആൾക്കാരൊന്നും കടയിലേക്ക് കയറ്റൂല. കാരണം അതൊരു കടയ്ക്കൊരു ചെയ്യുമ്പ കടയാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. എന്തായാലും ഒരു മനുഷ്യനാണ്, അവൻ്റെ ആ സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയതാണല്ലോ, മനഃപൂർവ്വമാകുന്നതല്ലല്ലോ. നമ്മളൊരങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ അങ്ങനെ ആയിപ്പോയി. ഇനി അന്ത്യത്തിൽ ആളെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താന്നില്ലെങ്കിൽ നമ്മൾ അയാളെ അട്ടി ഓടിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളങ്ങനെ അങ്ങനെയാണ് വരുന്നത്. അതങ്ങനെയാണ്. അത് ആരെങ്കിലും കണ്ടാലും എന്നോടത്തേക്ക് പോയിക്കോളെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിടലും ഉണ്ടാവുള്ളത്. അങ്ങനെ വരുന്നതാണ്. അപ്പോൾ വരുമ്പോൾ നമ്മൾ ആ കൂട്ടുകാരൊക്കെ വിളിക്കും, അങ്ങനെ പോകുന്നതാണ്. ഇത് ഒന്നാമത് ഗൾഫ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ എല്ലാവരും സമ്പാദിക്കാൻ വേണ്ടി പോകുന്നതാണല്ലോ. അപ്പോൾ ഒരു 50-60-70% ആൾക്കാർക്ക് ആ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രവർത്തകർ എന്തായാലും വേണ്ടില്ല, അവർ നമ്മൾ നോക്കണ്ട, നമ്മളെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. നമുക്ക് ഇത് നമ്മളതായിട്ടുണ്ടായതല്ല, അത് ദൈവ റബ്ബ് തന്ന സംഗതിയാണ്. അത് നമ്മളെ ഉണ്ടാക്കി വന്നില്ല, നമ്മളെ പ്രയത്നമാണ് ബാക്കി തരുന്നതാണ്. അത് അതേമാതിരി ഇല്ലാതാവാനും കൂടുതൽ സമയമൊന്നും വേണ്ടിയില്ല. അപ്പോൾ അത് പതിച്ച് ടൈമിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളവർക്ക് അതുകൊണ്ട് നമുക്കൊരു കുറവും പൊട്ടങ്ങളൊന്നും സംഭവിക്കൂല. ആ ഒരു സമയത്ത് ഇക്കൊക്കെ എത്ര വയസ്സായിരുന്നു? ആ സമയത്ത് 48-49 വയസ്സായിരുന്നു. നജീബ് എന്നത് ആദ്യത്തെ സംഭവമായിരുന്നു അല്ലെങ്കിൽ അതിന് ശേഷമായിരുന്നു? അല്ലല്ല, അതങ്ങനെ വന്നും കൂടെ ഇരിക്കും. നജീബ് ആദ്യ സംഭവം ഒന്നുമല്ല. ഇതിന് മുന്നേയും ശേഷം ഒരുപാട് നജീബ് മുന്നേ ശേഷമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആളെ നമുക്ക് ശരിക്കും ഓർത്ത് കിട്ടാത്തതിന് കാരണം. എനിക്ക് കുറച്ച് മുന്നേ കൊല്ലത്ത് നിന്ന് അവിടെ വന്ന് രക്ഷപ്പെട്ടു പോയ ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഈ നജീബ്. നമ്മളെ കാഴ്ചയിൽ എല്ലാവരും ഒരേമാതിരിയാണ്. ഇതിങ്ങനെ കഥയായി വന്നേ എന്നുള്ളതുള്ളൂ. എല്ലാവരും ഇതേമാതിരി പീഡനം അനുഭവിച്ചവർ തന്നെയാണ്. ആണല്ലേ? മരുഭൂമിയിൽ നിന്ന് വന്ന ആളുകളും ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്നതാണ് അധികം. പിന്നെ കമ്പനികളിൽ നിന്നൊക്കെ അതേമാതിരി അപൂർവത്തിൽ വരുന്നവരുണ്ട്. പിന്നെ വന്നിട്ട് ഈ സൗകര്യം പറ്റാതെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ വിശുദ്ധതായൊന്നും ഇല്ലാതെ നഷ്ടപ്പെട്ട് നാട്ടിൽ പോരാൻ മാർഗമില്ലാതെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ വരുന്നവരാണ്. നജീബിനാര് നമുക്കത് നജീബിനാര് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതേമാതിരി അവസ്ഥകളിൽ തന്നെയാണ്. അതിനെക്കാട്ടി അവസ്ഥയിലാണ് ഈ പറയുന്നത് അബൂബക്കർ എന്ന് പറഞ്ഞ ആൾ. കാരണം വിവസ്ത്രനായിട്ടാണ് വന്നത്. അപ്പോൾ അയാൾ മാനസിക പീഡനം സഹിക്കാൻ പറ്റാതെ എങ്ങോട്ടാ പോകുന്നൊരു ലക്ഷ്യമില്ലാതെ വന്നായിരുന്നു. അയാളെ നമ്മൾ പിടിച്ച് റൂമ് കൊണ്ടുവന്നതിന് കുറേ പാടുപെട്ടിട്ടാണ് കൊണ്ടുപോയത്. കാരണം അയാൾക്ക് നല്ലതിലല്ല, ഞാനില്ല. അപ്പോൾ അയാൾ തോന്നുന്ന ആൾ പിടിക്കുമ്പോൾ ആൾ തോന്നുന്ന പിന്നെയും ഗപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൊരു ധാരണയാണ് അയാൾക്കുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പിടിച്ചോടുന്ന അവിടെ തന്നെ ടൗണിൽ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ടുപോയതാണ്. അയാളെ നമ്മൾ നല്ല ഓർമ്മ നിൽക്കുന്നത്. ബാക്കി വരുന്നവരെ നമ്മളിങ്ങനെ ഇതേമാതിരി
നജീബിന്റെ മായി തന്നെ പീഡനം അനുഭവിച്ചവർ തന്നെയാണ് എല്ലാവരും. ഇക്ക ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പിന്നീട് കര കയറ്റിയതിനു ശേഷം കാണാൻ പോയിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. ആരെയും അഡ്രസ്സ് നമ്മൾ വാങ്ങിക്കലും ഇല്ല, നമ്മളെ അഡ്രസ്സ് അവർക്ക് നമുക്ക് കൊടുക്കലും ഇല്ല. അതങ്ങനെയാണ് തീർന്നു പോകും. നമ്മളെ പിന്നെ ഞാൻ അതിനെ പറ്റിയത് ഇത് വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ ചെയ്യലില്ല. നജീബിനെ പിന്നെ കാണണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? നജീബിനെ നമ്മൾ അന്ന് വിട്ടുപോയി. പിന്നെ നമ്മൾ നോവൽ വന്നപ്പോഴാണ് നജീബിനെ പറ്റി നമ്മൾ പിന്നെ അറിയുന്നത്. പിന്നെ നമ്മൾ നജീബിന്റെ പേര് അറിയുന്നത്. പിന്നെ കണ്ടെങ്കിൽ അത് ശരി കാണാൻ നല്ലൊരു ആഗ്രഹമാണ്. പക്ഷെ ആളെ കണ്ടാലും ഇപ്പം മുമ്പ് നേരിന്റെ മുന്നിൽ വന്നാലേ പെട്ടെന്ന് അറിഞ്ഞുകൊള്ളൊന്നുണ്ടാവില്ല, മനസ്സിലാവില്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുന്നതായിരുന്നു അല്ലേ? ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അന്നത്തെ രൂപം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അന്നത്തെ മുടി തന്നെ മുടിയൊക്കെ ചെട പിടിച്ചിട്ട് മുടി ഇങ്ങനെ വേറെ എന്തെങ്കിലും നഖമൊക്കെ വലിയ വലിയ നഖമാരത്തിലൊക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ നഖങ്ങൾ. കാരണം ഒന്നും ചെയ്ത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി മുകളിൽ അവർ ചെയ്തിട്ടില്ലല്ലോ. പലരും കണ്ടാൽ പേടിക്കുന്ന ഒരു രൂപമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം. എങ്കിലും ഇക്ക എന്തുകൊണ്ടായിരുന്നു ആളെ ഒന്ന് കരകയറ്റ് വിടാം, അല്ലെങ്കിൽ അതൊന്ന് ചേർത്ത് പിടിക്കാം എന്നൊക്കെ ആ ഒരു സമയത്ത് കരുതിയത്? ആരെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാലയളവില്? ഇല്ല, തടസ്സം എന്ന് പറഞ്ഞാൽ തടസ്സം പുറത്തെ ആൾക്കാർ തടസ്സം പറയും. കാരണം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്, നിയമപരമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയലുണ്ട്. നമ്മളെല്ലാം സഹിക്കുക എന്തെങ്കിലും വരുമ്പോൾ അതെപ്പോഴല്ല അപ്പം നോക്കുക എന്നുള്ള. പിന്നെ അത് നമ്മളാ നെയ്യത്ത് അങ്ങനെ ആയതുകൊണ്ട് റബ്ബിന്റെ സഹായം ഉള്ളതുകൊണ്ട് നമ്മളെവിടെ ഇതുവരെ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. നിയമപരമായിട്ട് വേറെയുള്ളൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മളെ കൂട്ടുകാർക്ക് കൊടുത്ത് നമ്മളെ കൂട്ടായ്മ തന്നെ എംബസി പോലുള്ള പേപ്പർ ഉണ്ടായിരുന്നു നമ്മളെടുത്ത്. അപ്പോൾ അത് വെക്കും. പിന്നെ പോലീസ് വേറെ ആളുണ്ട്, അവരൊക്കെ പറഞ്ഞു വിട്ടൊന്ന് ജയിക്കും. അതൊക്കെ നമുക്ക് കുറേ എളുപ്പമായി കിട്ടും. കാരണം നമ്മളിതുവരെ ഇങ്ങനത്തെ ഒരു നമ്മളതിൽ വേറെ ദുരുദ്ദേശങ്ങളൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. നമുക്കൊരു ലാഭത്തിനൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം ഭംഗിയായി നടക്കിച്ചാൽ ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് കൊണ്ട് വന്നിട്ടില്ല. ഇപ്പോൾ സാമ്പത്തികം നമ്മൾ എന്തെങ്കിലും കൊടുത്തിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം, അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. അദ്ദേഹം വന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു ഭക്ഷണം കഴിച്ചതിന്റെ ആ ഒരു ആ രംഗം ഭയങ്കര രംഗമാണ്. നമ്മൾ കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സ് ഉള്ളിൽ പൊട്ടിപ്പോകും. പിന്നെ ആ ഭക്ഷണത്തിനോടുള്ള ആർത്തിയോട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഭക്ഷണം എന്താണെന്ന് അവർ കണ്ടിട്ടില്ല. അവർ കാണുന്ന ഈ ഒരു കുബ്സും വെള്ളമാണ്, വേറെ ഒന്നും അവർക്കില്ലല്ലോ അതിൻ്റെ ഇടയിൽ. അത് 2 ദിവസം ഒരു ചാക്കിൽ കാക്കാണ് കൊടുത്ത് കൊടുക്കുക. ചാക്ക് 2 ദിവസമൊക്കെ ചെറിയൊരു പദം ഉണ്ടാവും. 1-ാമത്തെ ദിവസം അതിനെ ബലം വെച്ചിട്ടുണ്ടാവും. പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് പൂത്തിട്ടാണ് കഴിക്കുക. അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. നാലൊക്കെ കുത്തിമുറിയാക്കും ഇത്ര ബലം വെക്കുക. അതിപ്പോൾ ഈ സൗദിയിലും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ അറബികൾ 2% അറബികളുള്ള ഇത്ര ക്രൂരന്മാര്. നമ്മൾ വിചാരിക്കും അറബി നാട്ടിലുള്ള അറബികൾ മുഴുവൻ ക്രൂരന്മാരാന്നല്ല. ഇത്തരത്തിലുള്ള കഥ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. പക്ഷെ ഒരു 1-2% ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ആള്. നമ്മൾ അറബികളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന കുറേ ആളുണ്ട്. ഇപ്പോൾ ഇന്നലെ കമന്റിലൊക്കെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല. കാരണം നമ്മൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിൽ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഈ കാണുന്ന മണിമാളികൾ ഇവരും ഗൾഫിൻ്റെയാണ്, അറബ് നാട്ടിൽ സമ്പാദിച്ചു കൊടുക്കുന്നതാണ്. ഒന്ന് നമ്മൾ എടുത്തു വരാൻ പറ്റുന്നതാണ് യൂസുഫ് അലി. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയതല്ല. ആളവിടെ കൊണ്ട് സമ്പാദിച്ച് ആൾക്ക് റബ്ബ് കൊടുത്ത അനുഗ്രഹം കൊണ്ട് ആൾ സമ്പാദിച്ചുണ്ടാക്കിയതാണ്. അതുമാതിരത്തെ ഒരുപാട് മലയാളിമാർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയതല്ല. അതൊക്കെ അവർ കനിഞ്ഞിറങ്ങി ജോലിയും സമ്പത്തും തന്നുകൊണ്ട് നമ്മളവിടുന്ന് സമ്പാദിച്ചാണ്. അതിന് നമ്മളത് വെച്ചിട്ട് ആക്ഷേപിച്ചുകൊണ്ട് അറബ് നാട് മൊത്തം മോശമാണ്, അറബികൾ മൊത്തം മോശമാണ് നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം ഇന്നലെ ഇപ്പോൾ ചാനലിൽ കുട്ടികൾ പറഞ്ഞ് 2-3 കമന്റ് വളരെ മോശമായിട്ട് ഇട്ടിട്ടുണ്ടെന്നായിരുന്നു. അപ്പം അതെന്താ അവർക്ക് അവരെ വിലക്കുറവാണ് ചെയ്തായിരിക്കും. കാരണം നമ്മൾ എവിടുന്നായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊരു നന്ദി നമ്മൾ ആരോടും കാണിക്കണ്ടേ. നമ്മൾ നാട്ടിൽ നിങ്ങളെടുത്ത് ഞാൻ ജോലി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എൻ്റെ കുടുംബം പോറ്റുന്നുള്ള ആ ഒരു നന്ദി നമ്മൾ എടുത്ത് വേണ്ടേ. അതിന് അതിനെ എതിർത്ത് പറയരുത്. അത് ശരിയല്ല. അത് അവരെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തായിരിക്കും ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി നടക്കാതിരിക്കാനായിട്ട് എന്തെല്ലാമാണ് ചെയ്യുന്നത്? അതിന് എംബസി ഒക്കെ പല സംവിധാനം വെച്ചത്. ഇവർ എയർപോർട്ടിൽ തന്നെ പോയി എംബസി ഒന്നും ഇവർ അറിയുന്നില്ല. അതാണ് എംബസിന്റെ അതിന്റെ നിയമപ്രകാരത്തിൽ പോവുകയാണെങ്കിൽ അതിന് കുറവുണ്ട്. അത് ഈ ട്രാവൽസുകാരാണ് കൂടുതൽ ഇതിന് ഇവരെ വഴിയാറാക്കുന്നത്. ട്രാവൽസുകാർ അങ്ങനെ പല വാഗ്ദത്തം പറയും, വലിയ ശമ്പളം പറയും, റൂം ഉണ്ടാവുന്നവരും ഭക്ഷണം ഉണ്ടാകുന്ന 2 വർഷം ടിക്കറ്റ് ഉണ്ടാകുന്ന പറയും. പിന്നെ ഓവർ ടൈം പൈസ കിട്ടും, പാർട്ട് ടൈം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നാട്ടിൽ ബുദ്ധിമുട്ടിട്ട് കരകയറാൻ നിൽക്കുന്ന ഒരാളുടെ ഇതൊക്കെ പറയുമ്പോൾ അയാളത് 100% സത്യമാണെന്ന് വിശ്വസിക്കും. ഞാനിപ്പോഴൊന്നല്ല 84 നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന 4 ആൾ നമ്മൾ വിസക്ക് പോകണത് മുടക്കിയതാണ്. ഒരു കമ്പനിക്ക് പോയിരുന്നവർ. ഞാൻ വന്നപ്പോൾ ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ അവർ പോകാൻ വേണ്ടി ഒക്കെ റെഡിയായി ഡേറ്റൊക്കെ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പള്ളീനോട് കണ്ടപ്പോൾ ഇങ്ങനെ നാളെ മറ്റൊരു ദിവസം പോകാമെന്നാണ് ഞാൻ പറഞ്ഞു. ചോദിച്ചാൽ ഇപ്പോൾ കമ്പനി ചുറ്റി ചോദിച്ചാൽ ഈ താബൂക്ക് കട്ടുണ്ടാക്കുന്ന കമ്പനിക്കാണ്. അവരോട് താബൂക്കിൻ്റെ കട്ടുണ്ടല്ലോ നമ്മൾ പഠിക്കുന്നത് ഓളോബക്സിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞ അതിൽ ശമ്പളം കിട്ടിയ 450 രൂപ ശമ്പളം കിട്ടും.
ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു പരിപ്പും ചോറും ഉണ്ടാവും, വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടൂല. അത്ര കഷ്ടപ്പെട്ട കുടുംബമല്ല ഇവിടുന്ന് പോകുന്നത്. മിനിമം ജീവിച്ചു പോകാൻ നമുക്ക് പാകമുള്ള കുടുംബമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ പോകാതിരിക്കണം നല്ലതെന്ന്. അതിൽ ഒരാൾ എടുത്തേക്കാൻ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത് രക്ഷപ്പെട്ട നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോണേ പോയിക്കോളൂ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മളെ നാട്ടുകാർ നമ്മളെ ബന്ധങ്ങൾ എന്നുള്ള എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ്. 2 ആൾ പോയില്ല, 2 ആൾ പോയി. പോയ 2 ആൾ ഞാൻ തിരിച്ചു ചെന്നപ്പോൾ അവിടെ പോയി കമ്പനി ജോലി ചെയ്യുമ്പോൾ തിരിച്ചിൻ്റെ കമ്പനിയിലെ റൂമിൽ എത്തിക്കണം. അപ്പം നമുക്ക് അറിയുന്നതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഈ ട്രാവൽസുകാർ പറഞ്ഞിട്ട് അവർക്ക് എന്താ വിസ വിറ്റാൽ 10,000-15,000 അവർക്ക് ലാഭം കിട്ടും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റവൻ എന്തായാലും വേണ്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. കുറേ ട്രാവൽസുകാരെ വഞ്ചനപ്പെടുന്നതാണ്. ഈ പോണ നിരപരാധിക്ക് ഇതൊന്നും അറിയില്ല. ഇവിടെ ഒന്നും കലവാരൻ്റെ സ്വർണ്ണം പറ്റുണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് ലോൺ ഉണ്ടാവും, അല്ലെങ്കിൽ കിടപ്പാടുണ്ടെങ്കിൽ അത് വെള്ളമാടാൻ വിക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. എങ്ങനെയാണ് കുടുംബം കരപറ്റിക്കുക എന്നുള്ളത് അവർ വളരെ പ്രതീക്ഷയോടെ. ഇപ്പോൾ നജീബൊക്കെ അങ്ങനെ 5 സെന്റ് ഭൂമി ഇട്ടിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. പിന്നെ അത് കുറെ നമുക്ക് അങ്ങനെ അനുഭവിക്കാനുള്ള ഇതും കൂടി ഉണ്ടാവും. അങ്ങനെയാണല്ലോ എത്തിപ്പെടുന്നത്. ഇക്കയുടെ അന്നത്തെ ആ ഒരു കൂട്ടായ്മയൊക്കെ ആയിട്ട് അവരും നാട്ടിലേക്ക് പോകുന്നായിരുന്നു. ഒരാൾ നാട്ടിൽ പോകുന്ന കുറച്ചാളൊക്കെ അവിടെ ഉണ്ട്. ഒരാൾ വന്ന് 2ാമത് തിരിച്ചുപോയി. എല്ലാരും കാണലൊക്കെ ഉണ്ടോ? കാണൽ നാട്ടിൽ വിളിക്കലും കാണലൊക്കെ ഉണ്ട്. കുറച്ചാൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഒരാൾ കുടുങ്ങിയിലുണ്ട്, തലപ്പനങ്ങാടിൻ്റെ ഒരാൾ. അങ്ങനെ പിന്നെ കുറച്ചാളൊക്കെ വന്ന് ഇവിടെ കുറെ നാട്ടിൽ പല ബിസിനസ്സും ചെയ്ത് നോക്കി പരാജയപ്പെട്ട് തിരിച്ച് പിന്നും പോയവരുണ്ട്. ഇവിടെ വന്നെത്തിപ്പെടുമ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നമായിട്ട് പറയുന്നത് ഭാഷ തന്നെയാണ്. ആ ഒരു ഭാഷയിലുള്ള ആ ഒരു പ്രശ്നം കാരണമാണ് പല ആളുകളും ഇതിന്റെ ആ ഒരു ചതിക്കുഴിയിലേക്ക് അകപ്പെടുന്നത് എന്നൊക്കെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതില്ല, അതിപ്പോ നമ്മള് അന്യ നാട്ടിൽ പോകുമ്പോൾ ആ ഭാഷ നമ്മൾ പഠിക്കണം. പക്ഷെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഭാഷ, അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാക്കിക്കോളും എന്നുള്ളതാണ് അവർ ധാരണ. അത് എല്ലാവർക്കും ഉള്ള അറബികളെ പൊതുവെ അവർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് പെട്ടെന്ന് ശോഭിക്കും. അതങ്ങനെ അപ്പൊ പറഞ്ഞ് മനസ്സിലാകാം. പിന്നെ ഏതായാലും ഇവർക്ക് അടിമയായിട്ട് ഒരാളെ കിട്ടിയതല്ലേ, അപ്പൊ പിന്നെ ആക്രമിക്കല് തന്നെ. അത് എന്തിനാ? അത് ഞാൻ ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക്. അവിടെ നമ്മളെ ഹിന്ദിയല്ല നല്ല പറഞ്ഞാൽ ഇന്ത്യയിൽ കാണപ്പെടാനല്ലോ അറിയാം. കർണാടക നമുക്ക് വല്ലാതെ പറയാൻ പറ്റില്ല. അവിടെ ഞാൻ കടയിൽ കയറി വന്ന് ചെരിങ്ങനെ ആരും വന്നാലും കർണാടക അല്ലാത്തൊരു ഭാഷ സംസാരിക്കരുതെന്ന് പറയും. ഞാൻ പിന്നെ മുണ്ടാതെ നിൽക്കലാണ്. കാരണം പറയാൻ നമുക്ക് അറിയില്ല. അവർ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കണ്ടമുണ്ടം പറഞ്ഞു പോകുന്നതിനാണ് അവർക്ക് ചില സമയത്ത് ഭാഷ. അവിടുത്തെ നിയമം എന്താ വെച്ചാൽ കർണാടകയില് ഒന്ന് കർണാടക തന്നെ സംസാരിക്കണോ, ബോർഡുമിൽ കർണാടക എഴുതി വെക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒക്കെ നിയമമുണ്ട് ബാംഗ്ലൂര്. പോയവരോട് അറിയാം. ഞാനങ്ങനെ അവിടുന്ന് ഒഴിവാക്കി പോകുന്നതാണ് കട. കാരണം നമുക്കത് നടക്കില്ല എന്ന് വിറ്റ് പോകുന്നതാണ്. എങ്കിലും അറബ് നാടുകളിലൊക്കെ കൂടുതൽ കേട്ട് വരുന്നത് പല ആൾക്കാരും അകപ്പെട്ട് വരുന്നത് അവരുടെ ഭാഷയിലുള്ള ഒരു അങ്ങനെയില്ല. അത് ഒരു ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ കർണാടകത്തിൽ നിന്ന് നമ്മളെ പോണച്ചതൊക്കെ മനസ്സിലാവാതെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതാണ്. പണിക്കാർക്കാർക്കും പറഞ്ഞു മനസ്സിലാവുന്ന രീതിയിൽ കൈ കൊണ്ടൊക്കെ വാങ്ങിയും കാട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നമ്മളവിടെ ഇല്ലാത്ത നേരത്ത് വന്നാൽ പറഞ്ഞു പോവുക. അത് അങ്ങ് വെറുതെ പറയുന്നതാണ്. അതങ്ങനെ 1%-2% ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ആള്. ബാക്കിയുള്ളത് അവർ നമ്മളെ ഭാഷയിലല്ലാതെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളവർക്ക് ഉള്ളു. പിന്നെ ഒറ്റക്ക് അവരെടുത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വേറെ ഒന്നും സംസാരിക്കണില്ലല്ലോ. 6 മാസം കൊണ്ട് കമ്പനിയിൽ പഠിക്കാൻ പറ്റും. പഠിക്കാൻ ഏറ്റവും കുടുക്കുള്ള ഭാഷ നമ്മളെ ഭാഷയാണ് മലയാളം. ബാക്കിയുള്ള എല്ലാ ഭാഷയും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു 6 മാസം കൊണ്ട് കമ്പനിയിൽ പഠിക്കാൻ പറ്റും. ഇപ്പോഴും എന്താ പറയാ, വിശക്കുന്നവരുടെ വയറും മനസ്സും നിറക്കുന്ന ബത്തയിലെ ആ ഒരു മലബാർ ഹോട്ടല് ഇപ്പോഴും നമ്മൾ കൊടുത്ത് വിറ്റ് പോകുന്നതാണ്. ഇപ്പൊ വേറെ ആളുടെ കയ്യിലാണ്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് 2-3 ആൾ കൈമാറിക്കണം. ഇപ്പൊ കോട്ടയാവാത്ത ഇവിടെ ഉള്ള ടീമിന്റെ അടുത്തൊന്നും പറഞ്ഞു കേട്ടു. ഒത്തിരി സന്തോഷം. അതായത് നജീബിനെ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സ്പർശിച്ചേക്ക് തന്നെയാണ് കുഞ്ഞിക്ക. അതായത് ഇനി നമ്മളെ ഓരോ മനുഷ്യരെയും മനുഷ്യരാക്കുന്നത് മനുഷ്യത്വമാണ്. കുഞ്ഞിക്കനെ പോലെ ബാക്കിയുള്ള ആളുകളെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ കാണുന്ന ലോകം തികച്ചും വ്യത്യസ്തവും മനോഹരവുമായി. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, പട്ടിണി ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മാത്രം ജീവിച്ചാൽ മതി എന്ന് കുറെ ആൾ ചിന്തിക്കുകയാണ്. ഞാൻ ജീവിച്ചാൽ മതി, മറ്റൊന്നും എന്തായാലും വേണ്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് കുഞ്ഞിക്കേനെ മാതൃകയാക്കാം. നന്ദി.